ഇസ്രായേലിലെ ബഹ്റൈനിൽ നിർത്താതെ സ്ഫോടനമുണ്ടായിരിക്കുന്നു. ജുഫൈർ കേന്ദ്രീകരിച്ച് തുടർച്ചയായി മിസൈലുകൾ വന്നു ഇറാനിൽ നിന്ന്. രാജ്യത്തിനകത്ത് ആക്രമണം നടന്നതായി ബഹ്റൈൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളുമായി ഷെഫി ഷാജഹാൻ ചേരുന്നു എന്നോടൊപ്പം. നിഷാദ്, ഇന്ന് ബഹ്റൈൻ സമയം ഏകദേശം 11:45 ബഹ്റൈനിൽ ആകമാനം വാർണിംഗ് സൈറനുകൾ മുഴങ്ങുന്നത്. അതിന് പിന്നാലെ വാർണിംഗ് സൈറനുകൾ മുഴങ്ങി അതിന് പിന്നാലെ തുടർച്ചയായി സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഏകദേശം തുടർച്ചയായി 5 തവണയാണ് സ്ഫോടനമുണ്ടായത്. ബഹ്റൈനിലെ ജുഫൈർ കേന്ദ്രീകരിച്ചായിരുന്നു സ്ഫോടനമുണ്ടായത്. അതായത് നമുക്കറിയാവുന്നതുപോലെ യുഎസിന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനമാണ് ജുഫൈറിൽ. ആ ജുഫൈർ ആസ്ഥാനം കേന്ദ്രീകരിച്ചുള്ള മിസൈൽ ആക്രമണമായിരുന്നു. 11:45 തുടങ്ങി ഏകദേശം 12 മണിയോടുകൂടി ആദ്യത്തെ ആ ഒരു സീക്വൻസ് സ്ഫോടനം നടന്നു. അതിനുശേഷം പിന്നീടും സൈറനുകൾ മുഴങ്ങി. പിന്നീട് 12:15 പിന്നീട് അടുത്ത ഘട്ടം സ്ഫോടനം ആരംഭിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പിന്നിൽ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ജുഫൈർ ഭാഗമാണ്. ജുഫൈറിന്റെ ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത് ജുഫൈറിലെ ദൃശ്യങ്ങളാണ്. സ്ഫോടനത്തിന് ശേഷം പുക ഉയരുന്നതും മറ്റുമുള്ള അവിടുന്ന് കാണാൻ കഴിയുന്ന ദൃശ്യമാണ്. ഇവിടുത്തെ ആളുകൾ പരിഭ്രാന്തരാണ്. എന്നിരുന്നാൽ പോലും ഇവിടുത്തെ രാജ്യത്തെ അധികൃതരും ഗവൺമെന്റ് സംവിധാനങ്ങളും പരമാവധി ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമായി ഇരിക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. ബഹ്റൈൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നും ഇതിനെ ശക്തമായി അപലപിക്കുന്നുണ്ടെന്നുമാണ് നാഷണൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ലൈവിന് തൊട്ട് മുൻപ് വരെയും സ്ഫോടനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും മണിക്കൂറുകളിലും എന്താണ് ചിത്രമെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല. രാജ്യത്തിനകത്ത് ആക്രമണം നടന്നതായി ബഹ്റൈൻ സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. നിഷാദ് റൌത്തർ. ശരി. ബഹ്റൈനിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് നൽകുന്നത് ഷെഫി ഷാജഹാൻ. അവിടെ ആക്രമണം നടന്നിരിക്കുന്നു പലകുറി. അത് ബഹ്റൈൻ ഭരണകൂടം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപ കാലത്തെ ഏറ്റവും വലിയ ആധി നിറഞ്ഞ നിമിഷങ്ങളിലൂടെ ലോകം കടന്നു പോവുകയാണ്. പശ്ചിമേഷ്യയിൽ ആകമാനം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ആശങ്ക അല്ലെങ്കിൽ ആധി പടരുന്നുവെന്നാണ് നമ്മളിപ്പോൾ കണ്ട കാര്യം. ഇറാൻ ഞങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, അക്രമികളുടെ എല്ലാ താല്പര്യ കേന്ദ്രങ്ങളും ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഗൾഫിലെ എല്ലാ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും അമേരിക്കയുടെ താല്പര്യ കേന്ദ്രങ്ങളിൽ സൈനിക ബേസുകളുണ്ട്. അതിൻ്റെ കൂടി ആനുകൂല്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇറാനെ ആക്രമിക്കുന്നത്. എന്നാൽ സൗദിയൊക്കെ ഞങ്ങളുടെ എയർ സ്പേസ് ഉപയോഗിക്കരുത് ഇറാനെ ആക്രമിക്കാൻ എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓക്കെ.